പഴവും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുവരെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല, ഒരു വെറൈറ്റി ഒരു പലഹാരമാണ് ഇട്ടത്. ഇതുപോലെ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റും അതുപോലെ തന്നെ 4 പഴമാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ 2 പഴം കൊണ്ട് ഉണ്ടാക്കുക. നിങ്ങളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും എടുത്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം നമുക്ക് ഈ ഒരു പഴമൊക്കെ. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ആവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 5 പഴം എടുത്തിനു കേട്ടോ, ഞാൻ നോക്കിയില്ലേനു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 4 പഴം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ 5 പഴം എടുത്തി കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് ആവി കയറ്റിയെടുക്കട്ടെ. അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 2 ക്യാരറ്റാണ് എടുത്തത്. 5 പഴത്തിന് ഞാനിപ്പോൾ ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഈ ഒരു 2 ക്യാരറ്റ്. അപ്പം വലിയ ക്യാരറ്റൊക്കെ വെച്ചാൽ ഒരു ക്യാരറ്റ് മതിയാവും, ഇതിപ്പം ചെറിയ ക്യാരറ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തുള്ള ഞെട്ട് ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇനി ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോപ്പറുണ്ട്, ചോപ്പറിലിട്ട് അടിച്ചെടുത്താലും മതിയാവും. ഇതേപോലെ ഇതെനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ക്യാരറ്റ് ഇവിടെ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറണ്ട് പോയതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വെളിച്ചക്കുറവ്. ഈ ഒരു പഞ്ചസാര നല്ലോണം ഉരുകി ഒന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം നമുക്ക്. ഈ നെയ്യ് തന്നെ കടന്നിട്ട് ഒന്ന് ഉരുകിയിട്ട് ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. പഞ്ചസാര ഇതാ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇതൊന്ന് ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ, എന്നാലാണ് നമ്മളെ ഈ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും, ഒരു കാരമലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഉരുകി വരട്ടെ. കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ കാണായിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ വെള്ളം ഉണ്ടാവില്ല, ഒരു പച്ച ചൊയൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് മാറുന്നത് വരെ ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളെ പഞ്ചസാര ഇവിടെ ഉറച്ച് വരും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഒന്ന് ചൂടാകുന്നതിനനുസരിച്ച് അത് ഉരുകിപ്പോവും കേട്ടോ. നമ്മളെ ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്ത് കടന്നിട്ട് ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഏകദേശം ഒന്ന് വെന്തെന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ 2 ഏലക്കായ ചതുക്കിയിലേക്ക് ഇട്ട് കൊടുത്തിനു കേട്ടോ, എന്നോട് പറയാൻ വിട്ടുപോയതാണ്, കാണിക്കാനും വിട്ടുപോയി കേട്ടോ. ഇനിയിപ്പോൾ 2 മുട്ട മാത്രം മതിയാവും കേട്ടോ, 2 മുട്ട കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചിക്കി എടുക്കട്ടെ. അപ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ ചെറിയ തേങ്ങ ഉണ്ടാവില്ല, അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതും നല്ല കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കേ. ഏലക്കായി ഞാനിപ്പോഴാണ് ഇട്ട് കൊടുത്തത്, നേരത്തെ വിട്ടുപോയതാണെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ മുട്ട ചിക്കിയത് ഉണ്ടാക്കുന്നില്ലേ അതേപോലെ ഉലത്തിയെടുക്കുന്നുണ്ട്. മുട്ടയും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തില്ലേ അതൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ് ഈ ഒരു റെസിപ്പി.
ഇനിയിപ്പോൾ അതാ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ അല്ല മുട്ടൻ്റെ അകത്തുള്ള വെള്ളവും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അകത്തുള്ള വെള്ളവും എല്ലാം ഒന്ന് വെന്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വന്നോട്ടെ. ഇതേപോലെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് നല്ലോണം തണിഞ്ഞ് വന്നോട്ടെ കേട്ടോ. നമ്മളെ പഴം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം പോലെ ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട് പഴത്തിന്. അപ്പോൾ ഇതിൽ പഞ്ചസാര വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ കുറച്ചൊരു ലൂസാണ് കേട്ടോ ഈ ഒരു പഴം. അപ്പോൾ ഇങ്ങനെ ഉടയ്ക്കുന്ന നേരം തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഉടച്ചിട്ട് ഒന്ന് ചൂട് തണിയാൻ വെക്കണം. നമ്മളെ പഴയതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴമാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം പോലെയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. അതേ സ്ഥാനത്ത് നമ്മൾ കരിമ്പൊക്കെ പഴമൊക്കെ വെച്ചാൽ അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഉടയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ലേശം അരിപ്പൊടി ചേർത്ത് കൊടുത്താലാണ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ, കാരണം നല്ല പഴുത്തതുമാണ്, നല്ല മധുരമുണ്ട് കേട്ടോ പഴത്തിന്. അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ടിട്ട്. കൈൻ്റെ അടിയിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം എല്ലാ ഭാഗത്തും ആക്കുക. കാരണം നമ്മളെ ഈ ഒരു മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈവെള്ളൻ്റെ അടിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അധികം നൈസാക്കിയിട്ട് പരത്തണ്ട, കുറച്ചൊരു കട്ടിക്ക് തന്നെ പരത്തിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ്ങില്ലേ ഇതിൻ്റെ നടുക്കേക്ക് വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കുന്നില്ലേ അതേപോലെ മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ സുഖമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ലേ അതേപോലെ ചെയ്താൽ മതി. നടുക്കേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇതേപോലെ. എന്നിട്ടൊന്ന് ഈ ഒരു ഫില്ലിങ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നാലാണ് നമ്മളെ ഈ ഉരുളേൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫില്ലായിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക സൈഡ് ഭാഗമൊക്കെ. എന്നിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലാക്കണം കേട്ടോ. എന്നിട്ടാണ് ഇതേപോലെ ഉരുളാക്കിയെടുക്കുക. രണ്ട് പുറവും ഇതേപോലെ ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉന്നക്കായിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഉന്നക്കായി ഉണ്ടാക്കുമ്പോൾ കരിമ്പൊക്കെ ആയിട്ടുള്ള പഴം കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ലേശം അരിപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുക വെച്ചാൽ ഇതുപോലെ ഫില്ലിങ് കൊടുക്കുകയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായക്കും വേണ്ടിയിട്ട് എളുപ്പമാണ്. ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉരുള എടുക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം അതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഉരുളാക്കി എടുക്കുക കേട്ടോ, ഷേപ്പാക്കി എടുക്കുക. എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഫില്ലിങ്ങൊക്കെ അടിപൊളിയല്ലേ, ഇതുപോലെ ഫില്ലിങ് കൊടുത്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് ഓയിൽ വാർന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം
കറുത്ത് പോവണ്ട, ഒന്ന് അപ്പുറം ഒന്ന് മുരിയിച്ചെടുക്കുക. മുരിയിക്കാന്ന് വെച്ചാൽ ഒന്ന് ചോപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ചുവന്ന് വന്നോട്ടെ. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒരു കളറ് വരിക കേട്ടോ ചുറ്റുഭാഗവും. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ബാക്കിയും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പം അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.